الحمد لله غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير هو الأول والآخر والظاهر والباطن وهو بكل شيء عليم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉത്ബോധിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിം ലോകം ഇന്നും ഇന്നലെയുമായി ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പെരുന്നാളാണ് ബലിപെരുന്നാൾ. ലോകത്ത് മനുഷ്യബുദ്ധി കണ്ടെത്തിയ ലക്ഷക്കണക്കിന് ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളെല്ലാം തന്നെ ബുദ്ധിക്ക് ഹാനികരവും മൂല്യങ്ങളെ തകർത്തെറിയുന്നതുമാണ്. പലരും പല ആഘോഷങ്ങളും മദ്യത്തിൻ്റെ ആലക്ത്യ ലഹരിയിൽ കൊള്ളയും കൊലയും കൊള്ളിവെപ്പും തമ്മാടിത്തങ്ങളും അരങ്ങുവാഴുന്ന ആഘോഷങ്ങളായിട്ടാണ് അധപ്പതിക്കാറുള്ളത്. നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ ആഘോഷം യഥാർത്ഥത്തിൽ ആഘോഷത്തേക്കാൾ ഉപരി ദാനധർമ്മങ്ങൾ നിർവഹിക്കുവാനും സത്യസന്ധമായി ജീവിക്കുവാനും ഏറ്റവും കൂടുതൽ തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ തിന്മകളെയും ബലിയർപ്പിക്കുവാനും വാഗ്ദത്തം ചെയ്യപ്പെടുന്ന സുദിനമാണ് ഇന്ന്. നാം ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളെയും ബലിയർക്കുകയാണ്. ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കഴുത്തിൽ ചാർത്തുന്ന കടാരി മാത്രമല്ല, പകരം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള രഹസ്യ ജീവിതങ്ങളിൽ നാം ചെയ്തു കൂട്ടുന്ന എല്ലാ തിന്മകളെയും ബലിയറുക്കണം. നമ്മുടെ സാമ്പത്തിക രംഗം വിശുദ്ധമാവണം, നമ്മുടെ കുടുംബരംഗം വിശുദ്ധമാവണം, നമ്മുടെ വ്യക്തി ജീവിതം വിശുദ്ധമാവണം. ഇവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തിന്മകളെയും ബലിയറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുക എന്ന അവകാശം നമുക്കില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പം നിങ്ങൾ മുഴക്കിയ തക്ബീർ ധ്വനികളുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തെനിക്കാണ് ഏറ്റവും വലുത് അള്ളാഹുവാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അതിൻ്റെ അർത്ഥം, അള്ളാഹുവേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി ഇഷ്ടങ്ങളില്ല, എല്ലാ ഇഷ്ടങ്ങളും നിൻ്റെ ഇഷ്ടമാണ്. നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും, നിൻ്റെ ഇഷ്ടമനുസരിച്ച് സംസാരിക്കും, നിൻ്റെ ഇഷ്ടമുള്ളിടത്തേക്ക് നടക്കും, നിൻ്റെ ഇഷ്ടമുള്ളത് ധരിക്കും, നിൻ്റെ ഇഷ്ടമുള്ളത് സംസാരിക്കും. നിനക്കിഷ്ടമില്ലാത്തത് സംസാരിക്കില്ല, നിനക്കിഷ്ടമില്ലാത്തത് ധരിക്കില്ല, നിനക്കിഷ്ടമില്ലാത്തത് തിന്നില്ല, നിനക്കിഷ്ടമില്ലാത്തത് കുടിക്കില്ല. ഇങ്ങനൊരു വലിയ പ്രതിജ്ഞയാണ് ഈ ദിവസം നടക്കുന്നത്. അതിൻ്റെ പെരുന്നാളാണ്. നമുക്കറിയാം, ഈദ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പെരുന്നാൾ എന്നാണ്. അല്ല, ഈദ് എന്ന് പറഞ്ഞാൽ ആദ എന്ന വാക്കിലുണ്ടായിരുന്നു. ആദ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മടങ്ങിനാണ്. അപ്പോൾ ഈദ് പറഞ്ഞാൽ അൽ ഔദു ഇലല്ലാഹി വഇലർ റസൂൽ, അള്ളാഹിലേക്കും റസൂലിലേക്കും മടങ്ങുന്നതിനാണ് ഈദ് അറിയാം. തിരിച്ചു പോകുക അള്ളാഹുവിലേക്ക്. നമ്മൾ ജീവിതത്തിൽ
ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഭാര്യയോട് തെറ്റിയിട്ടുണ്ട്, ഭാര്യ നമ്മളോട് തെറ്റിയിട്ടുണ്ട്, നമ്മൾ മാതാപിതാക്കളോട് തെറ്റിയിട്ടുണ്ട്, നമ്മൾ അയൽപ്പക്കത്തോട് തെറ്റിയിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തോട്, സമൂഹത്തോട് പല നിലക്കുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപാട് ഹറാമും ആയ സമ്പത്ത് നമ്മളുടെ ജീവിതത്തിലുണ്ട്. ഇതിനോടെല്ലാം ബലിയെറുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഈ ബലിപെരുന്നാളാവുകയുള്ളൂ. എന്നാൽ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ജീവിതത്തിൻ്റെ അമരക്കാരനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള ഒരു പെരുന്നാളും കൂടിയാണ് ബലിപെരുന്നാൾ. അപ്പോൾ രണ്ട് ഇരട്ടക്കുഴൽ തോക്കാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന എല്ലാ തമ്മാടിത്തങ്ങളെയും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ രഹസ്യമായ അജണ്ടകളെയും ബലിയർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ബലിപെരുന്നാളാവൂ. അപ്പം അതുകൊണ്ട് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധം പൂശി ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് കഴിയുന്ന മുസ്ലിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ബലിമൃഗത്തെ ബലിയെറുക്കുന്നതിനേക്കാൾ കൂടുതൽ ബലിയെറുക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള തിന്മകളെയാണ്. അത് ബലിയെറുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അത് ബലിയെറുക്കാൻ പെട്ടെന്ന് കഴിയില്ല. കാരണം എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ മോഹങ്ങൾ ഇവിടെ പൂവണിഞ്ഞ് നടക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ ഒരുപാട് തിന്മകളുമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കഴിയില്ല. എത്രയോ കാലമായി നമ്മൾ സമൂഹത്തിലുള്ള മനുഷ്യരോട് പറയുന്നു. എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ? ഒരു സഹോദരി മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വസ്ത്രം ധരിച്ചാൽ ലം യരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ കഴിയില്ല. ഇത് തീർത്ത് പറഞ്ഞതാണ്. പക്ഷെ ഇന്നും നമ്മുടെ സഹോദരിമാർ ധരിക്കുന്ന വേഷവിധാനം കണ്ടാൽ ഇവരെന്താണ് ബലിയർത്തതെന്ന് തോന്നിപ്പോവില്ലേ? എന്നാൽ ഇന്നലെ രാത്രി പ്രധാനമായും ഉറക്കൊഴിഞ്ഞ് കൈകളിലെല്ലാം മൊയ്ലാഞ്ചി ഇട്ട് അത് സുന്നത്തല്ലേ എന്ന് ചോദിക്കുന്നവരാണ്. മൊയ്ലാഞ്ചി സുന്നത്തല്ലേ എന്ന് ചോദിക്കുന്ന പെണ്ണ് തൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളതല്ല. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റുഊസഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില. ഒട്ടകത്തിന്റെ പൂഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നത് പോലെ അന്യ പുരുഷന്മാരെ ആകർഷിക്കാൻ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ ലം യരിഹ് റായത്തിൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കൂല. ഫൈന റീഹഹ മസിറത കദാ വകദ, സ്വർഗത്തിന്റെ പരിമളം ഒരു ഒട്ടകം 500 വർഷം യാത്ര ചെയ്താൽ എത്ര ദൂരം എത്തുമോ അത്രയും ദൂരം സ്വർഗത്തിന്റെ പരിമളം ഉണ്ടാവും. ആ പരിമളത്തിൽ പോലും അവകാശികളല്ലാത്ത പെണ്ണുങ്ങളാണ് നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ. പെരുന്നാൾ ദിവസം പോലും ധരിച്ചിരിക്കുന്ന വസ്ത്രം അള്ളാഹുവിനോട് കൂറുപുലർത്താത്തതും ഇബ്ലീസിനോട് കൂറുപുലർത്തുന്നതുമാണ്. അതുകൊണ്ട് ഒരേറ്റവും ചുരുക്കം മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമുക്കങ്ങനെ ബലിയെറുക്കാൻ കഴിയില്ല. കളവ് പറയുന്നത് ബലിയെറുക്കാൻ കഴിയില്ല, ഗീബത്ത് പറയുന്നത് ബലിയെറുക്കാൻ കഴിയില്ല, മറ്റുള്ളവരുടെ രഹസ്യം അന്വേഷിച്ച് ചൊയ്ഞ്ഞന്വേഷിക്കുന്ന പ്രവർത്തനത്തിൽ നമ്മൾ ബലിയെറുക്കാൻ കഴിയില്ല. ഒരുപാട് മോഹങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടല്ല അള്ളാഹ് പറഞ്ഞത്, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ കോടതിയിൽ വരണമെന്ന ചിന്തയോടുകൂടി അതിനെ ഭയപ്പെട്ടുകൊണ്ട് വനഹൻ നഫ്സാനിൽ ഹവ, മനുഷ്യന്റെ ഉള്ളന്തരാളത്തിലുള്ള മോഹങ്ങളെ ബലിയെറുക്കണം. വനഹൻ നഫ്സാനിൽ ഹവ ഫൈനൽ ജന്നത്ത ഹിയൽ മഅ്വ, അവർക്കുള്ള സങ്കേതമാണ് സ്വർഗം. ബലിയെറുക്കണം. ഒരുപാട് മോഹങ്ങളുണ്ട് അല്ലേ? വൃത്തികെട്ടതുണ്ട്, അശ്ലീലങ്ങളുടെ ഉണ്ട്, തമ്മാടിത്തങ്ങളുണ്ട്, പലതരം അല്ലേ? ഇപ്പോൾ സ്ത്രീകളുടെ വസ്ത്രം അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരതും അങ്ങനെ തന്നെ അല്ലേ? യുവാക്കളതോ അതും അങ്ങനെ തന്നെ. നമ്മുടെ മേനിയഴകും നമ്മുടെ മിനുമിനുത്ത ശരീരവും നമ്മളുടെ തിളക്കുന്ന കണ്ണുകളുമൊക്കെ ആവശ്യമുള്ളൊരു കാലമുണ്ട്. ആർക്ക്? സിനിമക്കാർക്ക്, സീരിയലുകാർക്ക്, ചെറുപ്പക്കാർക്ക്. അതുപോലുള്ള മോശമായ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ശരീരത്തിൻ്റെ ഉടയാത്ത മസിൽ പവർ ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ മസിൽ പവറും നിങ്ങളുടെ മേനിയഴകും നിങ്ങളുടെ കണ്ണിൻ്റെ തിളക്കവും മിനുസവുമൊക്കെ പൂർണ്ണമായും നശിച്ച് വറ്റി വരണ്ട വയൽ പോലെയാകുമ്പോൾ അപ്പോൾ നിങ്ങൾ വിളിച്ച തക്ബീറിന് നിങ്ങൾക്ക് മഹത്വമുണ്ടാവും. അപ്പോഴാണ് നിങ്ങൾ ഇപ്പോൾ മുഴക്കിയ തക്ബീറിൻ്റെ വലുപ്പം അറിയുക. കാരണം ആ സമയത്ത് ആ റബ്ബിൻ്റെ സംരക്ഷണം ആവശ്യമുള്ളത്. ആർക്കും വേണ്ട, എല്ലാവരും പുറത്തെറിയുന്ന കാലം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ആർക്ക് വേണം? അള്ളാഹ്ക്ക് മാത്രം, വേറെ ആർക്കും വേണ്ടിയില്ല. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ചതെങ്കിൽ.
ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ഇദ്ഖാൽ ലഹു റബ്ബുഹു അസ്ലിം, മുസ്ലിം ആവണം എന്നാണ് ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞത്. മുസ്ലിം ആവണം. കാല ഇബ്രാഹിം നബി പറഞ്ഞു, അസ്ലംതു, ഞാൻ മുസ്ലിമായി. ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് വേണ്ടി. ലോകരക്ഷിതാവിന് വേണ്ടി ഞാൻ മുസ്ലിമായിട്ടുണ്ട്. മുസ്ലിമായി എന്ന് പറഞ്ഞത് മുതൽ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങളുടെ തീച്ചുളകൾ കയറി വരാൻ തുടങ്ങി. അപ്പോൾ പരീക്ഷണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പെരുന്നാളാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബി മുസ്ലിമാകുന്ന സമയത്ത് ആകെ 3 ആളാണ് ഈ ലോകത്തുള്ളത് മുസ്ലിമായിട്ട്. മുസ്ലിമായി 3 പേരാണുള്ളത്. ഒന്ന് ഇബ്രാഹിം നബി, മറ്റൊന്ന് ഉമ്മു ഇസ്മായിൽ ഹാജറ ബീവി, മൂന്നാമത്തത് സഹോദരപുത്രൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു. ഈ 3 പേരാണ് ലോകത്താകെ മുസ്ലിങ്ങളുള്ളത്. അന്നാണ് ഇബ്രാഹിം നബി മുസ്ലിമാകുന്നത്. ഇന്ന് നിങ്ങൾ മുഴക്കിയ തക്ബീർ ധ്വനി അന്ന് മുഴക്കാൻ കൂടെ മുഴക്കാൻ ആരുമില്ല. ഇപ്പം തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഈ തക്ബീർ ധ്വനി മുഴക്കിയിട്ടില്ല. പള്ളിയിൽ വന്നു ഒരു കാമണിക്കൂർ അധികം ഇരുന്നപ്പോൾ തന്നെ നിങ്ങൾ മുഷിഞ്ഞു. കാരണം അള്ളാഹിൻ്റെ പേരിൽ തക്ബീർ ധ്വനികൾ മുഴക്കി നിങ്ങളുടെ കണ്ടനാളം കുഴങ്ങിയിരിക്കുന്നു എന്ന് തോന്നൽ അല്ലേ? ഇത്രയും സമയം വേണ്ടിയില്ലായിരുന്നു, കുറച്ചുകൂടി നേരത്തെ ആക്കാമായിരുന്നു എന്നൊക്കെ നിങ്ങളെ മനസ്സിലൂടെ കടന്നുപോയി. ഒരു തക്ബീർ ധ്വനി മുഴക്കുന്നിടത്ത് പോലും നിങ്ങൾ അള്ളാഹുമായി ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ അല്ലേ? 7:30 മണിയാക്കി, നമുക്കൊരു 7 മണിക്ക് നടത്തിക്കൂടായിരുന്നോ? നമ്മൾ അത്രയും നേരത്തെ എത്തുന്നില്ലേ, സുബി അത്ര മുമ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായങ്ങൾ ഉണ്ടാവില്ലേ? പക്ഷേ എല്ലാവരെയും ഒന്നിപ്പിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ 7:30 മണി വരെ അവരുടെ കണ്ടനാളങ്ങളിൽ നിന്ന് വിണ്ണും വിഹായസും മുഖരിതമാകും വിധം അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തുന്ന തക്ബീർ ധ്വനികൾ കൊണ്ട് ഹൃദയാന്തരാളം പ്രകമ്പനം കൊള്ളണം. അതിനുവേണ്ടിയാണ് ഈ പള്ളിയിൽ നാം ഒത്തുകൂടിയത്. ഇനി അള്ളാഹുവിന് വേണ്ടി നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാം. ഒരു കാരണവശാലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈ തക്ബീർ ധ്വനികളെ മുറുകെ പിടിക്കാൻ സാധിക്കണം. നമ്മുടെ ഗസയിലെ ഖുദ്സിന്റെ മക്കൾ ഖതനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വേദനകളുടെയും രക്തത്തിൻ്റെയും മണവും ഗന്ധവുമായി ആയിരങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങി യാത്രയായി. ശത്രുക്കളുടെ കിരാതമായ അക്രമത്താൽ അല്ലേ? അള്ളാഹു ഖുദ്സിന്റെ മക്കൾക്ക് ശാന്തിയും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ബോംബിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളോ നമ്മുടെ നേരെ വരുന്നില്ല. പക്ഷേ ഒരു ഭാഗത്ത് ചീറി വരുന്ന തോക്കും ഉണ്ടകളും ബോംബുകളും വർഷിക്കുന്ന ഒരു രാജ്യത്ത് ഈ തക്ബീർ ധ്വനികൾ മുഴക്കി ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ചു. അവരും നമ്മളെപ്പോലെ മുസ്ലിങ്ങളാണ്. ഏത് സമയത്തും മരണം മാടി വിളിക്കുന്ന ആ സ്ഥലത്ത് പെരുന്നാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആയിരങ്ങൾ മറമാടപ്പെട്ട ഭൂമിയിലുള്ള ചെറിയ ചെറിയ പൈതം മക്കൾ റബ്ബിൻ്റെ നേരെ കൈയുയർത്തി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവോടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നു, വൈദിബുത്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്ത്. ഇബ്രാഹിം നബിയെ ചില കൽപ്പനകളാൽ അള്ളാഹു പരീക്ഷിച്ചു. ആ കൽപ്പനകളിലെല്ലാം ഫാത്തമ്മഹുന്ന, പൂർണ്ണമായി ഇബ്രാഹിം നബി വിജയിച്ചു. കാല അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബിയോട്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഇബ്രാഹിമെ, ലോക ജനതയ്ക്ക് മാതൃകായോഗ്യനായ നേതാവായി നാം നിന്നെ നിശ്ചയിച്ചിരുന്നു. ഇബ്രാഹിം നബിയെ ലോക ജനതയ്ക്ക്, മുസ്ലിങ്ങൾക്കല്ല. അപ്പോൾ ഒന്നാമത്തെ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുലകുടി മാറാത്ത ഇസ്മായിലിനെയും ഹാജറ ബീവിയെയും ഇബ്രാഹിം നബിയോട് നിർദ്ദേശിച്ചു, മരുപ്പച്ചയിൽ ഒരു തരി പോലും സസ്യലതാദികളില്ലാത്ത, ഒരു ആൾതാമസമില്ലാത്ത ഒരു സ്ഥലത്ത് താമസിപ്പിക്കുവാൻ. താമസിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കൻതു ബിദുർരിയത്തി ബിവഗാദിൻ ഗൈരി ദി ദർ. ഒരു കൃഷിയിടവുമില്ലാത്ത മരുപ്പച്ചയിൽ, തീത്തുപ്പുന്ന മരുഭൂമിയിൽ അള്ളാഹുവെ ഞാൻ എൻ്റെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുകയാണ്. അത് പറഞ്ഞ് ഇബ്രാഹിം നബി അവിടെ അവരെ ആക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഹാജറ ബീവി ചോദിച്ചു, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഒരു തുള്ളി വെള്ളമില്ല. ഭർത്താവിനോടാണ് ചോദിക്കുന്നത്. ഒരു തുള്ളി വെള്ളമില്ല, ഒരു പച്ചപ്പില്ല, ഒന്നും തിന്നാനില്ല, കുടിക്കാനില്ലാത്ത ഈ സ്ഥലത്ത് ഞങ്ങളാക്കി നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഒരു മറുപടിയും ഇബ്രാഹിം നബി പറഞ്ഞില്ല. 3 വട്ടം ഹാജറ ബീവി ഇബ്രാഹിം നബിയോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? മറുപടിയില്ല. അപ്പോൾ
മൂന്നാമത്തെ വട്ടം ഹാജറ ബീവി ചോദിച്ചു, ആ അല്ലാ അമറക്ക ബിഹാദ, അള്ളാഹുവാണോ ഞങ്ങളവിടെ നിങ്ങൾ ആക്കി പോകാൻ നിർദ്ദേശിച്ചത്? അപ്പോഴാണ് ഇബ്രാഹിം നബി പറഞ്ഞു, നാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിങ്ങളിവിടെ ആക്കിയത്. ഹാജറ ബീവി പറഞ്ഞു, ഇദൻ ലാ യുളയ്യന, എങ്കിൽ ഞങ്ങളെ അള്ളാഹു കുഴക്കൂല, വിഷമിപ്പിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, മരുപ്പച്ചയിൽ ഒരു മുലകുടി മാറാത്ത കുഞ്ഞിനെയുമായി, ഒരാൾപ്പാർപ്പില്ലാത്ത, ഒരു മനുഷ്യ ചലനമില്ലാത്ത, ഒരു സസ്യലതാദികൾ മുളച്ചിട്ടില്ലാത്ത ഒരു രാജ്യത്ത് തൻ്റെ ഭാര്യയെയും ഈ പൈതലിനെയും ആക്കിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഹാജറ ബീവിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന മറുപടി കണ്ട നിങ്ങൾ, എങ്കിൽ ഒരു കുഴപ്പമില്ല ഉണ്ടോ? അങ്ങനെ പറയുമോ നമ്മളുടെ ഭാര്യ? നിങ്ങളൊന്നും ഒറ്റക്കോടെ ആക്കി പോയി നോക്കണം. ഒറ്റക്കോടിയും ആക്കണ്ട, ഒരു ലൈറ്റ് ഇല്ലാത്ത പുരലാക്കിയാൽ മതി അല്ലേ, വേറൊന്നും വേണ്ട. ഒരു ഫാനില്ലാത്ത പുരലാക്കിയാൽ മതി, ജീവിക്കും ഞങ്ങളെ കൂടെ. അപ്പം നമുക്ക് അറിയാതെ നമ്മളെ കൂടെയുള്ള ഭാര്യ ആരാണ്. ഇബ്രാഹിം നബിൻ്റെ കൂടെയുള്ള ഭാര്യ ആരായിരുന്നു? അവിടെയാണ് സമർപ്പണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരീക്ഷണം അതായിരുന്നു. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ഈ ദിവസത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു പ്രസംഗം കൂടി കേൾക്കാം, ഒരു ചെറിയ സമയം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബത്തുൽ വിദാ അഥവാ വിടവാങ്ങൽ പ്രസംഗം, ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ആ പ്രസംഗത്തിൽ ലക്ഷോപലക്ഷം സഹാബ കിറാമുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂൽ ചോദിച്ചു അവരോട്, അയ്യു യൗമിൻ ഹാദ, അറഫയിൽ വെച്ച ചോദ്യം, അയ്യു യൗമിൻ ഹാദ, ഇതേതാ ദിവസം? കാലു, അവർ പറഞ്ഞു, യൗമുൻ ഹറാം, പവിത്രമായ ദിവസമാണ്. അയ്യു ബലദിൻ ഹാദ, ഇതേതാണ് രാജ്യം? കാലു, അവർ പറഞ്ഞു, ബലദുൻ ഹറാം, പവിത്രമായ രാജ്യമാണ്. അയ്യു ഷഹ്രിൻ ഹാദ, ഇതേതാ മാസം? സഹാബത്ത് പറഞ്ഞു, ഷഹ്റുൻ ഹറാം, പവിത്രമായ മാസം. ഇനിയാണ് കേൾക്കേണ്ടത്. ഈ ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ വെച്ച് ലക്ഷോപലക്ഷം സഹാബ കിറാമുകളെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചിട്ട് പറഞ്ഞു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും അലൈക്കും ഹറാമുൻ കഹുർമത്തി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി ഷഹരിക്കും ഹാദാ. റസൂലുള്ളാഹിന്റെ മറുപടി പറഞ്ഞത്, ഇന്ന ദിമാഅക്കും, തീർച്ചയായും നിങ്ങളുടെ രക്തം, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, വ അറാലക്കും, നിങ്ങളുടെ അഭിമാനം, ഹറാമുൻ, അത് പവിത്രമാണ്. രക്തം, സമ്പത്ത്, അഭിമാനം പവിത്രമാണ്, സൂക്ഷിക്കണം കേട്ടോ. ആദ്യത്തെ നിർദ്ദേശം എന്താണ്? രക്തം അല്ലേ? നമ്മുടെ രാജ്യത്ത് എത്ര കൊലപാതകങ്ങളാണ്, എത്ര പെൺകുട്ടികളെയാണ് കൊന്നു തീർക്കുന്നത് അല്ലേ? മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലേ? സമൂഹത്തിൽ എത്രമാത്രം രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് ഹജ്ജത്തുൽ വിദായിൽ വെച്ച് മുസ്ലിം ഉമ്മത്തിന് കൊടുത്ത വിശ്വപ്രസിദ്ധമായ ഖുത്ബയാണത്. ആ പ്രസംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോകത്ത് നടക്കാനിരിക്കുന്ന മുഴുവൻ അപകടങ്ങളെയും ചൂണ്ടിക്കൊണ്ട സംസാരം. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ രക്തം പാവനമാണ്, അത് കവരരുത്, ചോരരുത്. എന്നിട്ട് റസൂലുള്ള പറയുന്നത് അറിയോ? അവ്വലുമായി യുക്ലാ ബൈനന്നാസ് ബിദ്ദിമാ, പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക ഏതൊരു മനുഷ്യന്റെ രക്തമാണോ ചിന്തിയത്, ആ രക്തം ചിന്തിയതിനെ പറ്റിയാണ് ആദ്യ ചോദ്യം. അപ്പൊ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾ ആലോചിക്കുക, റബ്ബിന്റെ കോടതിയിൽ ആദ്യത്തെ ചോദ്യം, വിധി കൽപ്പിക്കപ്പെടുന്ന വിഷയം കൊലപാതകമാണ്, രക്തച്ചൊരിച്ചിലാണ്. ആരെയും കൊല്ലാൻ പാടില്ല. മുസ്ലിങ്ങളെ മാത്രമല്ല, മുസ്ലിങ്ങളെ ചീത്ത പറയുന്നത് പോലും തമ്മാടിത്തമാണ്. റസൂൽ പറയും, സിബാബുൽ മുസ്ലിം ഫുസൂഖ് വ ഖിതാലുഹു കുഫർ, മുസ്ലിമിനെ കൊല്ലൽ കുഫറാണ്, മുസ്ലിമിനെ ചീത്ത പറയൽ തമ്മാടിത്തമാണ്, അള്ളാഹു പൊറുക്കൂല. എന്നാൽ മുസ്ലിം സൊസൈറ്റിയിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളുടെ രക്തമോ മുസ്ലിങ്ങൾ ചിന്താൻ പറ്റുമോ? ഇല്ല. റസൂലുള്ള പറയാൻ, മൻ ഖതല മുആഹിദൻ, ഒരു മുസ്ലിം സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ ഒരാൾ വധിച്ചാൽ, ലം യരിഹ് റായിഹത്തൽ ജന്ന, അവനും സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല. ആരെ? ഒരു അമുസ്ലിമിനെ. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്? മുസ്ലിമിനല്ല, അമുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. രക്തച്ചൊരിച്ചിലുകൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്താ? ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ സമ്പത്ത് പാവനമാണ്, രക്തം പാവനമാണ്. ആ രക്തം ചൊരിഞ്ഞാൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക പരലോകത്ത് രക്തച്ചൊരിച്ചിലിനെ പറ്റിയാണ്. അതാരതായത്? ഇവിടെ നമ്മൾ സ്വന്തം മക്കളെ ബാപ്പനെ കൊല്ലുന്നു, ബാപ്പ മക്കളെ കൊല്ലുന്നു അല്ലേ? നാട് എത്രമാത്രം മോശപ്പെട്ടു, മുസ്ലിങ്ങൾ എത്രമാത്രം ഉന്നതരായിരിക്കണം. എന്താ നബിയുടെ സന്ദേശം? നിങ്ങളുടെ രക്തം പാവനമാണ്, അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് പാവനമാണ്,
അവിടെയും നമുക്ക് ഒരുപാട് അപകടങ്ങളുണ്ടല്ലേ? ഹലാലും ഹറാമും നോക്കാതെ എത്ര പണമാണ് വാരിക്കൂട്ടിയത് അല്ലേ? എത്ര ആളുകളുടെ സ്വത്താണ് വാരിക്കൂട്ടിയത്? നോക്കൂ നിങ്ങൾ, റസൂലുള്ള പറയാണ്, മനിഖ്തത ഹഖ്കും ലി മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ അവകാശം ആരെങ്കിലും പിടിച്ചെടുത്താൽ ഔജബല്ലാഹു ലഹു നാർ, നരകം അവന് നിർബന്ധ. അങ്ങനെ ഇപ്പം നമ്മളുടെയൊക്കെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ടാവും. കണ്ട പീഡിയ മുറികൾ മുഴുവൻ മറ്റോൻ്റെ ആയിരിക്കും. അതൊക്കെ ഇപ്പോൾ കൈമിൽ വെച്ചിട്ട് മേൽവാടക കൊടുത്തിട്ട് സുഖമായിട്ട് പുരേ കിടന്ന് ഉറങ്ങുക അല്ലേ? ചെറിയ വാടകയ്ക്ക് വാങ്ങി വെക്കുക, കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് മേൽവാടക കൊടുത്തിട്ട് മൂപ്പര് പുരേ കുത്തിരിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞാൽ ഇതൊക്കെ നാടിൻ്റെ സംസ്കാരമാണ് മൂലം, ഇങ്ങൾക്കാതൊന്നും അറിയില്ല. എനിക്ക് അറിഞ്ഞൊരു കാലവും ഇങ്ങൾക്കൊരു അറിഞ്ഞൊരു കാലവും വരുന്നുണ്ട്. അതാ പറഞ്ഞത്, ഔജബല്ലാഹു ലഹു നാർ, നരകം അവന് നിർബന്ധ, വഹറം അലൈഹിൽ ജന്ന, സ്വർഗം ഹറാമുമാണ്. ആർക്ക്? അന്യായമായി ഒരാളുടെ സമ്പത്ത് പിടിച്ചെടുത്താൽ. അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക, ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്യായമായ സമ്പത്ത് പിടിച്ചെടുക്കരുത്. റസൂലുള്ള പറയുകയാണ്, മൻ അഖദ മിനൽ അർളി ശിബ്റൻ ബിഗൈരി ഹഖി, അന്യായമായി ഒരു ചാൺ ഭൂമി നിങ്ങൾ പിടിച്ചെടുത്താൽ, ഖുസിഫ ലഹു യൗമൽ ഖിയാമത്തി ഇലാ സബി അർളിൻ, 7 ഭൂമിക്കടിയിലേക്ക് നാളെ പരലോകത്ത് നരകത്തിൻ്റെ 7ാമത്തെ തട്ടിലേക്ക് താഴ്ത്തപ്പെടും. അപ്പോഴാണ് മൗലവി ഇതൊക്കെ കച്ചവടത്തിൻ്റെ ചില വ്യവസ്ഥകളാണ് എന്ന് അവിടെ നിങ്ങൾ പറയുമോ നോക്കുക. എല്ലാം കൊടുത്തു തീർക്കണേ, ബലി ഇറക്കണേ, അള്ളാഹു ഹറാമാക്കിയ മുതൽ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തു തീർത്താളി, പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചാളി, ഭാര്യമാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം. ഭർത്താവോ? അതെ, ഭർത്താവ് എന്താ മാപ്പ് ചോദിച്ചാൽ? മാപ്പ് ആർക്കും ചോദിക്കുക അല്ലേ? ചോദിക്കുമോ നമ്മൾ? ഇല്ല. എത്രയോ പ്രാവശ്യം നമ്മുടെ ഭാര്യ നമ്മളുടെ കാരണത്താൽ തലയിണയിൽ തലയമർത്തി ആ തലയിണ മുഴുവനും നനയുമാറി കരഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും സങ്കടം നാളെ നിങ്ങൾ വിചാരിക്കണം, ഇതൊക്കെ ഇന്ന് വലിയർത്താൽ. നിങ്ങളമ്മ നിങ്ങളുടെ പേരിൽ നെഞ്ഞത്തടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. ഓ എൻ്റെ മോനെ, എന്നോട് നീ ഇങ്ങനെ ചെയ്തല്ലോ, നീ വെറുതെ തെക്ബീർ ചൊല്ലിയിട്ടോ പുതിയ കുപ്പായം മാറ്റിയിട്ടോ സൂസ് ഓട്ടിയിട്ടോ ഒരു കാര്യമില്ല കേട്ടോ. നല്ലോണം സൂക്ഷിച്ചോ. ബലിയെറുക്കണം, തിന്മകളെ ബലിയെറുക്കാൻ പഠിക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇപ്പം എന്താ പറഞ്ഞത്? റസൂലുള്ള പറഞ്ഞ സമ്പത്തിനെ നമ്മൾ പറഞ്ഞു അല്ലേ? സമ്പത്ത് ഹറാമായത് എടുക്കരുത്. അതെടുത്താൽ നാളെ നരകത്തിൽ 7 ഭൂമിക്കടിയിലേക്ക് പോകും. ഇനിയോ, ഇന്ന ദിമാക്കും അംവാലക്കും ആറാലക്കും, നിങ്ങളുടെ അഭിമാനം പാവനമാണ്. റസൂലുള്ള പറയാണ്, മൻ സത്ര മൂമിനൻ സത്ര അല്ലാഹു യൗമൽ ഖിയാമ, ഒരു മൂമിനായ മനുഷ്യന്റെ ന്യൂനതകൾ നമ്മൾ മറച്ചു വെച്ചാൽ സത്ര അല്ലാഹു മറച്ചു വെക്കും. എന്ത്? നമ്മളുടെ ന്യൂനത പരലോകത്ത് അറിയിക്കൂല. മനസ്സിലായോ? അപ്പം അത് അഭിമാനച്ചോരനാണ്. മറ്റുള്ളവരുടെ അഭിമാനം ചോരരുത്, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ച് പ്രചരിപ്പിക്കരുത്. അത് അഭിമാനച്ചോരനാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ന്യൂനതകൾ നിങ്ങൾ മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ള മറച്ചു വെക്കും. ഇനി എന്താ വേണ്ടത്? അപ്പം പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ആരെയും പറ്റി നിങ്ങൾ അഭിമാനച്ചോരം നടത്തണ്ട കേട്ടോ. അപ്പോൾ ലാ തത്തബിയു ഔറാത്തിയും, മനുഷ്യരുടെ ഔറത്തുകൾ ന്യൂനതകൾ തെരഞ്ഞു പിടിച്ച് നടക്കണ്ട, കുറ്റകരമാണ്, അള്ളാഹു ശിക്ഷിക്കും. അതൊക്കെ റസൂലുള്ള വിശ്വോത്തരമായ ആ പ്രസംഗത്തിൽ അള്ളാന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് മുസ്ലിങ്ങൾക്ക് നൽകിയ നിർദ്ദേശമാണ്. മറ്റൊരു നിർദ്ദേശം കൂടി നമുക്ക് കേൾക്കാം. ഇത്തഖുല്ലാഹ ഫിൻ നിസാൽ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ. പ്രത്യേകം പറയാണ്. കാരണം എന്താ അറിയോ? സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കും. 2 തരക്കാണ്. ഒന്ന്, നാട്ടിൽ നടക്കുന്ന പെൺകുട്ടികൾ കാരണത്താൽ, അവരുടെ വസ്ത്രധാരണം കാരണത്താൽ യുവാക്കളായ ആളുകൾ വഴികെട്ടുപോകും ഇല്ലേ? ഒരു പ്രത്യേക കാലയളവ് അതാണ്ടാകുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം. അള്ളാനെ സൂക്ഷിക്കേണ്ടത് കൽബിലാണ് വരേണ്ടത്. അതിനെന്ത് വേണം? അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്, കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, വിശ്വാസികളോട് പറഞ്ഞേക്കും അവരുടെ കണ്ണുകൾ താഴ്ത്തണമെന്ന്. കണ്ണുകളിൽ നിന്നാണ് തുടക്കം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, അൽ ഐനാനി, 2 കണ്ണുകൾ, സിനാഹുമ, അവ 2 കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. അന്നെതിർ നോട്ടം ഉണ്ടോ? അതിന് നിങ്ങളെന്താ പറയുന്നത്? വായ്നോട്ടം നിർത്തണം, ബലിയെടുക്കണം. സാധിക്കുമോ?
പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഇപ്പം ഇന്നലെ രാത്രിയൊക്കെ കംപ്ലീറ്റ് 24 മണിക്കൂറും വീഡിയോ കോളും ചെയ്ത് എല്ലാ തമ്മാടത്തും കഴിഞ്ഞിട്ടായിരിക്കും ഇന്ന് ഇവിടെ വലിയ പുതിയ കുപ്പായും ഡൗസറൊക്കെ ഇട്ട് വന്ന് കൊടുത്ത് തക്ബീർ കഴിയുണ്ടാകുക. ബലി കൊടുക്കണം. മനസ്സിലുള്ള ദുർമോഹങ്ങളെ ബലിയെടുക്കാതെ ബലി പെരുന്നാൾ ആഘോഷിക്കരുത്. നിങ്ങൾ കേട്ട് പുറത്തിറങ്ങി തന്നെ ഈദ് മുബാറക്ക് അത് കെട്ടിപ്പിടിച്ച് മറ്റോടെ കണ്ണട പൊട്ടിക്കണ്ട കേട്ടോ. അതിലൊന്നും വലിയ കാര്യമില്ലാത്ത ജാടകളാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും അല്ലേ, അത് ഭയങ്കര അയക്കലാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്നല്ലേ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നിങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും അള്ളാഹു ഞങ്ങൾ ബലി അർപ്പിച്ച എല്ലാ തിന്മകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ല അതന്നെ അർത്ഥം. പക്ഷെ ആ അർത്ഥത്തിലാണോ നിങ്ങൾ പറയുന്നത്? അല്ല, നിങ്ങൾ വെറുതെ ഒരു നല്ല അതിൽ ആ തക്ബീറൊക്കെ നല്ല അറബികളൊക്കെ നന്നായിട്ട് ഈണത്തിൽ ചൊല്ലിയ തക്ബീർ ഉണ്ടാവല്ലോ, അല്ലാഹു അതിൻ്റെ കൂടെ ഇത് ഇടുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കേൾക്കുമ്പോൾ അത് കൂട്ടുകാരന് ഫോർവേഡ് ചെയ്യുക. എല്ലാവർക്കും 24 മണിക്കൂർ ഇപ്പം പണി ഫോർവേഡ് ചെയ്യല, വേറെ നിവൃത്തിയില്ല. കാര്യമായി പെരുന്നാൾ പറഞ്ഞാൽ ആഘോഷം പറഞ്ഞാൽ ഇത് ഫോർവേഡ് ചെയ്യലല്ലേ. നോക്കാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സ്ത്രീകളുടെ കാര്യം, വിവാഹം കഴിക്കാത്ത ആണും പെണ്ണും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. റസൂൽ എന്താ പറഞ്ഞറിയോ, ഒത്തക്കുന്നിസാ, സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഒത്തക്കു ദുനിയ, സമ്പത്തിനെയും സൂക്ഷിക്കണം. ദുനിയാവിനെയും സൂക്ഷിക്കണം, നരകം ഉറപ്പാവും. പെണ്ണുങ്ങളെ സൂക്ഷിക്കണം, രണ്ടും നരകത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചോളി കേട്ടോ. ഇപ്പോൾ ബലി പെരുന്നാളിൻ്റെ സന്ദേശം നിലനിൽക്ക് നമ്മൾ ബലിയെറുക്കുകയാണ്. നമ്മുടെ എല്ലാ തിന്മയാർന്ന മോശമായ എല്ലാ ആഗ്രഹങ്ങളെയും ബലിയെറുത്തിട്ട് ഇന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാവും കേട്ടോ. അതുപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ ഒരു ഉപദേശം കേട്ടങ്ങൾ ആ ഖുത്ബത്തുൽ വിദായിലെ, അലാ അറിയണം സഹോദരന്മാരെ, സഹാബാക്കളെ നിങ്ങൾ അറിയണം, വസ്തൗസു ബിന്നിസായി ഖൈറ, ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറണം. അങ്ങനെ അവസാനത്തെ ഉപദേശമാണ്. നമ്മളൊക്കെ എന്താ പറഞ്ഞത്, സ്ത്രീകളെ അടിച്ചമർത്തുകയാണ് മുസ്ലിങ്ങൾ എന്നാ. അല്ല, ബലി പെരുന്നാളിൻ്റെ ദിവസത്തിൽ പോലും ഭാര്യമാരോട് നന്നായി പെരുമാറണം. നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളോട് നമ്മൾ നന്നായി പെരുമാറും അല്ലേ. നമ്മളുടെ അല്ലാത്തൊരു പെണ്ണുങ്ങളെ കണ്ടാൽ എന്താ നമ്മളെ സലാമും വർത്താനൊക്കെ, റബ്ബേ ഒഴുകിപ്പോകുന്ന വെള്ളം കേട്ടുന്നു പോകും. ഇത്ര നല്ല മനുഷ്യനോ അല്ലേ. നമ്മളെ പരലേക്കാട്ട് കയറിയാലോ നമ്മളെ ഭാര്യനുള്ള സംസാരം മാറി അല്ലേ. അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, പെണ്ണുങ്ങളോട് അല്ല വിളിച്ചിട്ട് പറഞ്ഞു, വലാ തഖ്ലന ഫിൽ ഖൗൽ, അന്യ പുരുഷന്മാരോട് നിങ്ങൾ കൊഞ്ചരുത്. ഖുർആനാ പറയുന്നത്, കൊഞ്ചരുത്. പക്ഷെ ഇതൊക്കെ മരിച്ചോട്ട് തൂത്തുന്ന ഓതുക. അന്യ പുരുഷന്മാരോട് കൊഞ്ചരുത്, മരിച്ച മയ്യത്തിനാ പറഞ്ഞു കൊടുക്കുക. മയ്യത്തിന് എന്ത് കൊഞ്ചാനാ, ഖബറിന് അടുത്ത ഖബറിലോട് കൊഞ്ചോ. വലാ തഖ്ലന ഫിൽ ഖൗൽ, വാക്കുകളിൽ കൊഞ്ചരുത്. എന്താ കാരണം, ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മർള്, പുരുഷന്റെ ഹൃദയത്തിൽ രോഗം ജനിക്കും. ഖുർആൻ പറയാം. പെണ്ണിന്റെ കൊഞ്ചനയുടെ ലാഞ്ചനയുള്ള ശബ്ദം കേട്ടാൽ തന്നെ മതി. ഇനി എന്തിനാ അധികം പറഞ്ഞ്, ഒരു ബാങ്കിന്റെ മാനേജർമാർ ഒരു പെണ്ണാണ് വിളിച്ചതെങ്കിൽ ആ കൊഞ്ചലിന്റെ ലാഞ്ചനയുള്ള കിളിശബ്ദം കേട്ടാൽ നമ്മൾ എല്ലാ പണിയും നിർത്തിയ ചോള ശബ്ദം കേൾക്കും. കാരണം എന്താ, നമ്മളെ കൽബിൽ രോഗമുണ്ട് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ഭാര്യമാരോട് നന്നായി പെരുമാറാൻ പഠിക്കുക. നാട്ടിലുള്ള പെണ്ണുങ്ങളോട് നന്നായി പെരുമാറല്ലേ വേണ്ടത്. എല്ലാവർക്കും നല്ലവനാണ്. പക്ഷേ നിങ്ങളെപ്പറ്റി നിങ്ങളെ ഭാര്യയ്ക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ വളരെ മോശമായിരിക്കും. പിന്നെ ഓൾ പറയാത്ത എന്തുകൊണ്ടാ അറിയോ, ജീവിക്കണ്ടേ ഇവിടെ, അതുകൊണ്ടാണ്. ഓൾക്ക് അഭിപ്രായമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ആയിഷാബിയോട് ചോദിച്ചവൻ പറഞ്ഞു, കാന ഖുൽഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനാണ്. നിങ്ങളിൽ സ്വഭാവം എന്താന്ന് നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കി. ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങൾ ചോദിച്ചു നോക്കി. നിങ്ങളെ സ്വഭാവം ഖുർആനിൽ പറഞ്ഞതാന്ന് പറയോ അതോ ശൈത്താൻ്റെതാന്ന് പറയോ? ഉറപ്പാ പറയും. പക്ഷെ ഓൾക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്വഭാവം ശൈത്താൻ്റെതാന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം ശൈത്താനാവും. എന്താ കാരണം, അപ്പം നിങ്ങളോളം അടിക്കും അല്ലേ. എത്ര പുരുഷന്മാരുണ്ട് ഭാര്യമാരടിക്കുന്നത്, അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരായവർ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സഹാബത്തിൽ ഈ അറബികൾ എപ്പോഴും ഭയങ്കര ദേഷ്യക്കാരാണ്, പെട്ടെന്ന് ഭാര്യമാരെ അടിച്ചു കളയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഖുത്ബത്തുൽ വിദായിൽ പ്രത്യേകം ലോക മുസ്ലിങ്ങൾക്ക് മുഴുവൻ നൽകിയ സന്ദേശത്തിൽ അലാ വസ്തൗസു ബിന്നിസായി ഖൈറ, ഭാര്യമാരോട് നന്നായി പെരുമാറുന്നു കൽപ്പിച്ചു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബത്തുൽ വിദായിലെ പ്രസംഗവും ഇതെല്ലാം ജീവിതത്തിൽ പകർത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും ത്യാഗോജ്വലമായ ഒരു പ്രവർത്തനവും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഖുത്ബ അവസാനിപ്പിക്കാം.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുസ്മരണമാണല്ലോ ബലിപെരുന്നാൾ. ഏകദേശം 90 വയസ്സുള്ള സമയത്താണ് ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിക്കുന്നത്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സാലിഹായ ഒരു കുട്ടിനെ നീ എനിക്ക് നൽകണേ. MBBS കഴിഞ്ഞതെന്നല്ല, MBBS പഠിക്കുന്നതല്ല, എൻജിനീയറിംഗ് അല്ല, പ്രൊഫഷണലിസം ഒന്നും പറഞ്ഞില്ല. പടച്ചോനെ എൻ്റെ കാലശേഷം ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ പറ്റാവുന്ന ഒരു സാലിഹായ കുട്ടിയെ. എപ്പോഴാണ് ചോദിക്കുന്നത്? 90 വയസ്സായിട്ട്. നമ്മളാരും ചോദിക്കുമോ? കാരണം നമുക്ക് അള്ളാഹിനെ പറ്റി അത്രേ വിശ്വാസമുള്ളൂ. ഇത്രയൊക്കെ വയസ്സായിട്ട് ഇനി കുട്ടിയെ ചോദിച്ചാൽ ആരെയും കളിയാക്കൂലേ? ഇബ്രാഹിം നബി കുട്ടിയെ ചോദിച്ചു. എന്താ അപ്പം ഉണ്ടായത്? അപ്പം ഉണ്ടായത് ഖുർആൻ പറയുന്നു, ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. അള്ളാഹു വിവേകവും തൻ്റെടവുമുള്ള ഒരു കുഞ്ഞിനെക്കുറിച്ച് ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞ് ഇബ്രാഹിം നബിയോടൊപ്പം ജോലി ചെയ്യാനും ഇബ്രാഹിം നബിയെ സഹായിക്കാനും പ്രാപ്തനായപ്പോൾ ഖുർആൻ പറയാണ്, ഫലമ്മാ ബലഗ മഅഹു സഅയ, തന്നോടൊപ്പം ജോലി ചെയ്യാനും പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുവാനുമൊക്കെ ഒരു ചെറിയ പ്രായം വിട്ടപ്പോൾ ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞു, എൻ്റെ മോനെ നീ അറുക്കണം. ഞാൻ നിനക്ക് തന്ന ഈ കുഞ്ഞു മോനെ ഈ പ്രായാധിക്യത്തിൽ വാർദ്ധക്യത്തിൻ്റെ അവസാന ദിശയിൽ നിനക്ക് നൽകിയ ഈ കുഞ്ഞിനെ നീ അറുക്കണം. യാ ബുനയ്യ. അപ്പോൾ ഇബ്രാഹിം നബി തൻ്റെ മകനെ വിളിച്ചിട്ട് പറയാ, യാ ബുനയ്യ അന്നി അറാഫിൽ മനാമി അന്നി അതുബഹുക്ക, നിന്നെ അറുക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ടുണ്ട്. ഫൻലുറു മാതാ തറ, നിന്റെ അഭിപ്രായം എന്താണ്? അള്ളാഹു കനിഞ്ഞരുളിയ ഈ മകനെ കഴുത്തിൽ കടാരി ചാർത്താൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ട് നിന്റെ അഭിപ്രായം എന്താ? നമ്മൾ മക്കളോടൊന്ന് പറഞ്ഞു നോക്കണം. നമ്മൾ പോത്തിനെ വാങ്ങാൻ നമുക്ക് എളുപ്പമാണ്, ഏഴാൾ കൂടാൻ എളുപ്പമാണ്, ഷെയർ കൂടാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങളെ വീട്ടിലുള്ളൊരു മകനെ അത് അള്ളാഹു നരബലി മനുഷ്യൻ്റെ നരബലി പുണ്യകർമ്മമായി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ എന്താ ഇപ്പം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിലർ പറയുന്നു മൃഗങ്ങളോട് ക്രൂരത കാണിക്കാനല്ല. മനുഷ്യൻ സസ്യബുക്കുമാണ്, മാംസബുക്കുമാണ്. ഹുവല്ലദീ ഖലഖലക്കും മാഫിൽ അർളി ജമിയ, ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യൻ്റെ സൗകര്യം സുഖത്തിനും വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് ബലികർമ്മം നമ്മൾ നിർവഹിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മതങ്ങളിലും ബലികർമ്മമുണ്ട്. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞു, ഉപ്പാക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, നിന്നെ അറുക്കണമെന്ന്. ഫൻലുർ മാതാ തറ. അപ്പോൾ ഇസ്മായിൽ നബി പറയാണ്, സഹനശീലനായ ഇസ്മായിൽ നബി പറഞ്ഞു, കാല ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഇഫ്അൽ മാ തുഅ്മർ. അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയെ, ഉപ്പ യാ അബത്ത്, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഇഫ്അൽ മാ തുഅ്മർ, അള്ളാഹു എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്തുകൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് ക്ഷമാശാലികളിൽ കണ്ടെത്താൻ കഴിയും, ഒരു പ്രയാസവും വേണ്ട. അങ്ങനെ രണ്ടുപേരും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മകനെ ബലിയെടുക്കാൻ തീരുമാനിച്ചു. മിനാ മൈതാനത്ത് നമുക്കറിയാം ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ, അല്ലേ? ഇപ്പോൾ പോയവർക്കൊക്കെ അറിയാം. ഇസ്മായിൽ നബി ഇബ്രാഹിം നബിക്ക് എടുത്തിയ സ്ഥലത്തൊരു അടയാളപ്പെടുത്തിയിരുന്നില്ലേ? കണ്ടില്ലേ? അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഫലമ്മ അസ്ലമ, രണ്ടുപേരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് തയ്യാറായപ്പോൾ വതല്ലഹുലിൽ ജബീൻ, മകനെ വലതുഭാഗത്തേക്ക് ചിരിച്ചു കിടത്തി. കാരണം മുഖാമുഖം കണ്ടിട്ട് ഒരു സ്വന്തം ബാപ്പാക്ക് സ്വന്തം മകൻ്റെ കഴുത്തിൽ ഇന്ന് കത്തിവെക്കാൻ ആളുകൾ തയ്യാറാകുന്നത് പോലെ ക്രൂരരല്ല. അങ്ങേയറ്റത്തെ വാത്സല്യവും സ്നേഹവും തുളുമ്പുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ്റെ മുഖം കാണാതിരിക്കാൻ ചെരിച്ചു കിടത്തിയെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ടോ ചെരിച്ചു കിടത്തിയിട്ട് ആദ്യം കത്തി വെക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി പറഞ്ഞു, കത്തി കഴുത്തിൽ വെച്ചതിന് ശേഷം പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ചെരിഞ്ഞു കിടക്കുന്ന ഇസ്മായിൽ നബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അപ്പോഴാണ് വാനലോകത്തുനിന്ന് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അതാണ് ഇപ്പോൾ നാം നിർവഹിച്ചത്. ആ സമയത്താണ് വനാദൈന, നാം വിളിച്ചു ഇബ്രാഹിമിനെ, അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിമെ കദ് സദ്ദഖ്ത റുയ, സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇദ്ബഹാദ, അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ ഇബ്രാഹിം നബിക്ക് നൽകുകയും എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇദ്ബഹാദ, ഇതിനെ അറുത്താൽ മതി. വലാ തദ്ബ ഇസ്മായിൽ, ഇസ്മായിൽ നബി അറുക്കേണ്ടതില്ല, നരബലി പാടില്ല. നരബലി ദൈവപ്രീതിക്ക് അള്ളാഹു നിശ്ചയിച്ചില്ല.
മൃഗബലിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ബലിമൃഗം അറുത്തുകൊണ്ട് സദക്ക നിർവഹിച്ചുകൊണ്ടും നമ്മൾ ഭക്ഷിച്ചുകൊണ്ടും പാവങ്ങൾക്ക് നൽകിക്കൊണ്ടും അനുസ്മരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം ഒരുപാട് പറയാനുണ്ട്, നമുക്കറിയാം എല്ലാ ചരിത്രങ്ങളും, ഞാൻ ധരിപ്പിക്കുന്നില്ല. അള്ളാഹു ബലിപെരുന്നാളിൻ്റെ ഈ മനോഹരമായ സുദിനത്തിൽ നമ്മുടെ എല്ലാ തെമ്മാടിത്തങ്ങളും ബലിയെറുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂടെ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാനില്ലാതെ ഇരുട്ടിൻ്റെ കൂട്ടുപിടിച്ച് പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ഖബറിൽ പ്രകാശം, സ്വർഗത്തിൻ്റെ പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വന്നുപോയ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും തിന്മകളെയും ബലിയെറുക്കാനുള്ള ഈമാനിക ആവേശം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ അള്ളാഹു ഇടം നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകുമ്പോൾ വലതു കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ലോകത്ത് വന്ന ലക്ഷക്കണക്കിനുള്ള പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം മുഅ്മിനീങ്ങളോടൊപ്പം മുത്തഖീങ്ങളോടൊപ്പം സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رحمن. ഏവർക്കും ബലിപെരുന്നാളിൻ്റെ ഈദാശംസകൾ.